പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കുറെ കാലത്തെ ചർച്ചകൾക്ക് ശേഷം തർക്കങ്ങൾക്ക് ശേഷം കെ മുരളീധരൻ വന്ന് മത്സരിക്കാൻ വന്നതുകൊണ്ട് അതീവ ശ്രദ്ധയുള്ള മണ്ഡലമായി മാറിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായ ലോക്സഭാ മണ്ഡലമായി മാറിയ വടകരയിലേക്കാണ് നമ്മളിനി പോകേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം. വടകരയിൽ കുറേയേറെ ഘടകങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ. അതിൽ ഓരോന്നോരോന്ന് സ്പർശിച്ചു പോകാം. അതിൽ ഒന്നാമത്തേത് RMP ഫാക്ടർ എന്നതാണ്. RMP ഫാക്ടർ രാഷ്ട്രീയമായിട്ട് കുറെ കൂടെ വലുതായ ഒരു ഫാക്ടറാണ്. വോട്ട് സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണും. അക്രമ രാഷ്ട്രീയം എന്താണ് ആദ്യമായിട്ട് പറയേണ്ടുന്ന കാര്യം. അക്രമ രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമാണ്. ആർക്കനുകൂലം ആർക്കെതിരെ എങ്ങനെ വോട്ടുകൾ സമാഹരിക്കും എന്ന കാര്യം നോക്കണം. സോഷ്യലിസ്റ്റ് വോട്ടുകൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ മണ്ഡലത്തിൽ കേരളത്തിൽ സോഷ്യലിസ്റ്റ് വോട്ടുകൾ അങ്ങനെ സമാഹരിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു മണ്ഡലം ഇല്ല. കേന്ദ്രീകരിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലം അവിടെ ഇല്ല. ഈ സോഷ്യലിസ്റ്റ് വോട്ടുകൾ രാഷ്ട്രീയമായ മാറ്റം നടന്നതിന് ശേഷം, മുന്നണി മാറ്റം നടന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ നമുക്കറിയാം, വടകര അതിൻ്റെ ഒരു കേന്ദ്രമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു ഇടമാണ്. പി ജയരാജൻ ഫാക്ടർ എന്നതിനെ ഒരു പ്രത്യേകമായ ഫാക്ടറായിട്ട് തന്നെ നമ്മൾ കാണണം. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കാര്യങ്ങളുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. BJP വോട്ടുകൾ നമുക്കറിയാം, അവിടെ BJP വിജയിക്കുകയില്ല എന്ന് പറയാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓരോന്നും എടുത്ത് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ രണ്ട് പോയിന്റുകൾ ഒന്നിച്ച് നമ്മൾ കാണേണ്ടതാണ്. ഒന്നാമത്തേത് RMP ഫാക്ടർ. RMP ഫാക്ടർ നമുക്കറിയാവുന്നതുപോലെ അത് കെ മുരളീധരന് അനുകൂലമായിട്ടാണ് അത് വരിക. RMP കൃത്യമായിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം, പ്രചരണം നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. മറ്റുള്ളത് ഇങ്ങനെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്ക് അവർ പോയിരുന്നില്ല. സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിൽ RMP പ്രവർത്തകർ ഇറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അക്രമ രാഷ്ട്രീയം എന്നതും ഇതോടൊപ്പം ചേർത്താണ് കാണേണ്ടത്. TP ചന്ദ്രശേഖരൻ എന്ന RMPയുടെ സ്ഥാപക നേതാവിൻ്റെ കൊലപാതകം, അത് അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടന്നതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാന വിഷയമായിരുന്നു. അത് ഇത്തവണയും പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയമാണ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് അക്രമ രാഷ്ട്രീയം എന്ന രാഷ്ട്രീയ പോയിന്റിനെ മുന്നിലേക്ക് വെക്കാൻ RMPയെ പ്രേരിപ്പിക്കുന്നത്. RMP ചെറിയ കക്ഷിയാണെങ്കിലും അവർ വലിയ പ്രചാരണ ശക്തിയായിട്ട് മാറുന്നത് ഈ ഘടകങ്ങൾ കൊണ്ട് കൂടിയാണ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പോകാം. രാജീവ്, RMP ഫാക്ടർ എന്ന് വെച്ചാൽ RMPക്ക് 20,000 വോട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ അവരൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ അക്രമ രാഷ്ട്രീയം, ഇത് രണ്ടും ചേർന്ന് എന്ത് ഫലം ആർക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് വരും? ഇപ്പോൾ ഈ രണ്ടും പ്രത്യക്ഷത്തിൽ LDFന് CPM സ്ഥാനാർത്ഥിക്ക് എതിരായി വരുന്ന കാര്യങ്ങളാണ്. RMP വോട്ടുകളായാലും അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രശ്നം ജനങ്ങൾ അത് മുൻനിർത്തി വോട്ട് ചെയ്യുകയാണെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു സിമ്പലായി, ആൾ രൂപമായി പി ജയരാജനെ ആളുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പക്ഷേ ഇതേ കാര്യം പറയുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ വ്യക്തിയാണ് ഞാൻ എന്ന് പി ജയരാജൻ ജനങ്ങളോട് പറയുന്നു. ഇത് CPM നല്ല രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ RMPയുടെ കാര്യം, RMP ഇത്തരത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു നിലപാടെടുക്കുമ്പോൾ ഇവരുടെ രാഷ്ട്രീയം കണ്ടില്ല, ഇത്രയേ ഉള്ളൂ എന്ന രീതിയിലുള്ള CPMന്റെ എതിർ പ്രചാരണം എത്രത്തോളം ഫലപ്രദമാകും? അതുകൊണ്ട് ഈ 20,000 വോട്ട് എന്ന് പറയുന്നത് UDFിലേക്ക് പോകുന്നത് അത് ഫലത്തിൽ എത്രയായിട്ട് കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് CPM നോക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായേക്കാൾ കൂടുതൽ സ്വാധീനം ഇത്തവണ ഈ TPയുടെ കൊലപാതകം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും അവസാനം നടന്ന കാസർഗോഡ് ഇരട്ട കൊലപാതകമാണ്. ആ കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ നിന്നാണ് വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പി ജയരാജനെ മറ്റേ CBI കേസിൽ പ്രതിയാക്കിയത്. അതുകൊണ്ട് തന്നെ അക്രമ രാഷ്ട്രീയം ഇത്തവണ ഈ TPയുടെ കൊലപാതകം കുറച്ചുകൂടി സജീവമായി ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ ഇരട്ട കൊലപാതകം തന്നെയാണ്. അത് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നടപടി തീർച്ചയായും അത് സ്വാധീനിക്കാൻ അല്ല. പക്ഷേ അവിടെ ഇത് നമ്മൾ ഈ വാദം ഉന്നയിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ CPM പറയുന്ന എതിർവാദമുണ്ട്. TP ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയത് 20,000 വോട്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടുന്നത് വെറും 3,000 വോട്ട്. അല്ല, അത് ഞാൻ പറഞ്ഞതാണ്. ഇത്തവണ 17,229 വോട്ടുകൾ തെരഞ്ഞെടുപ്പിലുള്ളൂ. TP ഇതുകൊണ്ട് ഘടകമാകില്ലായിരുന്നു. പക്ഷേ ഈ കാസർഗോഡ് ഇരട്ട കൊലപാതകമാണ് TP ഒരു ഘടകമാക്കി തിരികെ കൊണ്ടുപോകും. അതാണ്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ MP പ്രശാന്ത് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും, അദ്ദേഹത്തിന് ആ മേഖലയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. ആ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ആ കാര്യങ്ങൾ അറിയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ശ്രീ പ്രശാന്ത്, ഈ രണ്ട് ഘടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ RMP ഫാക്ടറും അക്രമ രാഷ്ട്രീയവും ഇത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പുറത്ത് പറയപ്പെടുന്നത് പോലെ പി ജയരാജനെതിരായിട്ട് ഉള്ള വോട്ടുകളുടെ സമാഹരണത്തിന് കാരണമാകും വിധം വലുതാണോ?
തീർച്ചയായും UDF-ന്റെ ക്യാമ്പയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഈ അക്രമ രാഷ്ട്രീയവും ജയരാജൻ എന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപവുമാണ്. അത് ഈ ക്യാമ്പയിനില് മറ്റെല്ലാ വിഷയങ്ങളും പിറകിൽ തള്ളിക്കൊണ്ട് ഒരുപക്ഷെ വികസനമായാലും മറ്റ് മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പിറകിൽ തള്ളിക്കൊണ്ട് അക്രമ രാഷ്ട്രീയം അതിന്റെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന ഒരു ചർച്ചയാണ്. ഇപ്പൊ CPM ഉന്നയിക്കുന്ന പ്രശ്നം അതാണ്. ഈ എന്തുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ ഈ അക്രമ രാഷ്ട്രീയത്തിൽ വ്യക്തികേന്ദ്രീകൃതമായ ഒരു ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാണ് CPM അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പൊ ഇതിന് ഉന്നയിക്കേണ്ട ഒരു കാര്യം RMP, നേരത്തെ പറഞ്ഞ RMP ഫാക്ടർ എന്ന് പറഞ്ഞു. കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്നത് CPM പ്രതിരോധിക്കുന്നത് നിങ്ങൾ RMP എന്തു പറഞ്ഞാണോ CPM-ൽ നിന്ന് പുറത്തു പോയത് അതേ കാര്യത്തിലേക്കാണ്, അതേ കൂടാരത്തിലേക്കാണ് ഇപ്പോൾ RMP പോയിരിക്കുന്നത്. അപ്പൊ LGF ജയരാജന്റെ പര്യടനത്തിന് ഞാൻ പോയിരുന്നു. അപ്പൊ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും ഉന്നയിക്കുന്നതായിരുന്നു അവരെ എഡ്രസ് ചെയ്യുന്നത് RMP-യുടെ നേതൃത്വമല്ല, RMP-യിലെ സാധാരണ വോട്ടർമാരെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ചന്ദ്രശേഖരൻ CPM-ന് വലത് വ്യതിയാനം ഉന്നയിച്ചിട്ടാണ് പുറത്തുപോയത്. പക്ഷെ ആ പാർട്ടി ഇപ്പോൾ വലത് കൂടാരത്തിലിട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് RMP ഫാക്ടറിനെ ഒരു പക്ഷേ അതിനുള്ള ഒരു അസംതൃപ്തിയുള്ള ആളുകളുടെ വോട്ടുകളെങ്കിലും കുറച്ചു വോട്ടുകളെങ്കിലും മറിക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിലെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ അക്രമ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ദിവസം 16 17 തീയതികളില് തലശ്ശേരിയിൽ വെച്ചിട്ട് ഇവരുടെ ഇതിന്റെ ഇരകളുടെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളുടെ സംഗമം നടക്കാൻ പോവുകയാണ്. അവിടെ നേരത്തെ RMP-യിൽ ആലോചിച്ചതായിരുന്നു. അത് വേറെ രീതിയിലായിരുന്നു ആലോചിച്ചത്. അത് RSS-നെ കൂടി ഉൾപ്പെടുത്തി BJP-ക്കാരുടെ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താമെന്നായിരുന്നു. പക്ഷെ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. കാരണം അത് CPM-ന്റെ കയ്യിൽ വേറൊരു ആയുധമാവുകയാണ് ചെയ്തത്. കാരണം RMP-യിലൂടെ BJP വോട്ടുകൾ RSS വോട്ടുകൾ സമാഹരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളിത് പുറമേ കാണുന്ന രീതിയിലുള്ള ഒരു വളരെ എന്താ പറയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു അക്രമ രാഷ്ട്രീയ വിരുദ്ധത എല്ലാം അവിടെ നടക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതോടൊപ്പം ചേർത്ത് ശ്രീ പ്രശാന്ത് ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, അവിടെ ഈ P. ജയരാജൻ തന്നെയും അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് എന്ന പ്രചരണം ബദൽ പ്രചരണമായിട്ട് CPM-ഉം ഇടതുപക്ഷ മുന്നണിയും നടത്തുന്നുണ്ടല്ലോ. ഈ P. ജയരാജൻ എന്ന വ്യക്തി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും കാണുന്ന സാഹചര്യമുണ്ടല്ലോ. അത് നേർക്കുനേർ ആളുകളുമായിട്ട് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് മേൽ നമ്മൾ ഈ പുറത്തിരുന്ന് കാണുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ആൾ രൂപം അത് നടപ്പാക്കുന്നയാൾ എന്ന നിലയിൽ നിന്നുള്ള മാറ്റം അദ്ദേഹത്തിന് അനുകൂലമായി വരുന്നുണ്ടോ? അത് ബോധപൂർവമായി CPM ഒരു ഇമേജ് മേക്ക് ഓവറിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ബോധപൂർവമായി തന്നെ അത് കുറച്ച് വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ പോകുന്ന ദിവസം അദ്ദേഹത്തിന്റെ സാന്ത്വന പരിചരണ കേന്ദ്രത്തിൽ അവിടെയുള്ളൊരു ആളുകളെ വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ യുവാക്കളെ രക്തദാനം ചെയ്യുന്നു. അങ്ങനെ വളരെ ബോധപൂർവമായിട്ട് ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപം എന്ന പ്രതിച്ഛായയിൽ നിന്ന് മറിച്ച് ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആള് എന്ന രീതിയിൽ ജയരാജന്റെ പ്രതിച്ഛായ മാറ്റാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം CPM-ന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രശാന്ത്. മറ്റു വിഷയങ്ങളിലേക്ക് കൂടെ വരേണ്ടതുണ്ട്, ഞാൻ തിരിച്ചു വരാം. ഈ എല്ലാവരിലേക്കും പോകേണ്ടത് കൊണ്ട് കൂടെയാണ് ഈ രണ്ട് കാര്യങ്ങൾ, RMP ഫാക്ടർ, അക്രമ രാഷ്ട്രീയം, ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ നോക്കുമ്പോൾ അത് K. മുരളീധരൻ അനുകൂലമായിട്ടുള്ള നിലയാണ് ഉണ്ടാക്കിയതെങ്കിൽ അടുത്തതായിട്ട് സോഷ്യലിസ്റ്റ് വോട്ടുകൾ എന്ന ഒരു പോയിന്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് വോട്ടുകളുടെ തിരിച്ചുവരവ് LDF-ന് P. ജയരാജന് വലിയ സന്തോഷം നൽകുന്ന മുന്നേറ്റത്തിന് കാരണമാകുന്ന ഒരു കാര്യമായിട്ട് ഇടത് ക്യാമ്പ് കരുതുന്നുണ്ട്. സോഷ്യലിസ്റ്റ് വോട്ടുകൾ P. ജയരാജന് ഗുണമായിട്ട് വരികയാണ് ചെയ്യുക. അതവിടെ നിർണായക ശക്തിയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ന്യൂനപക്ഷ വോട്ടുകൾ കൂടെ നമുക്ക് പരിശോധിക്കാം. ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ശേഷിയുണ്ട് കാര്യങ്ങളെ തീരുമാനിക്കാൻ. അവിടെ ഈ നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വെച്ച് നമ്മളൊരു പ്രചരണം നടത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുമ്പോൾ K. മുരളീധരൻ അനുകൂലമായിട്ട് തന്നെയാണ് ഇവിടെ വരിക. ഈ കൊലപാതകങ്ങളടക്കം, പ്രത്യേകിച്ചും ഈ ഷുഹൈബിൻ്റെ കൊലപാതകം പോലുള്ള കാര്യങ്ങളടക്കം, അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകങ്ങളടക്കമുള്ളവ മുസ്ലിം ലീഗിൻ്റെയും അതുവഴി ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് സമാഹരിക്കും. അത് K. മുരളീധരൻ അനുകൂലമായിട്ട് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, എന്നാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അടുത്ത ഫാക്ടർ കൂടെ പരിശോധിച്ച ശേഷം മറ്റ് അതിഥികളിലേക്ക് വരാം. അത് BJP വോട്ടുകൾ എന്നതാണ്. BJP വോട്ടുകൾ നിർണായകമാകുന്നത് P. ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ്. BJP വോട്ടുകൾ പക്ഷേ ജയരാജന് അനുകൂലമായൊരു സാഹചര്യം കൂടെ ഉണ്ടാക്കും. അത് P. ജയരാജൻ്റെ ഈ BJP വോട്ടുകൾ വർദ്ധിച്ചാൽ LDF-ന്
അനുകൂലമായിട്ടുള്ള നില, ബി ജെ പി വോട്ടുകൾ അവർ പൂർണ്ണമായും സമാഹരിക്കുകയാണെങ്കിൽ LDF-ന് അനുകൂലമായ നിലയുണ്ട്. BJP-യുടെ വോട്ട് കുറഞ്ഞാൽ UDF-ന് ലഭിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ അവിടെയുണ്ട്. ഒരു കാര്യവും കൂടിയുണ്ട്, ജയരാജൻ ഫാക്ടർ എന്നത്. അത് അടുത്ത ഇതിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പി ജയരാജൻ അക്രമ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നതുകൊണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സിറ്റിംഗ് സീറ്റാണ് എന്നതുകൊണ്ട്, RMPയും BJPയും ഒക്കെ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട്, ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ കാര്യമായതുകൊണ്ട് അവിടെ K. മുരളീധരൻ ജയിച്ചേക്കാം. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് എന്നതുകൊണ്ട് അദ്ദേഹം ജയിച്ചേക്കാം എന്ന സാഹചര്യം പക്ഷേ ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നാണ് കാണുന്നത്, എന്നാണ് ആളുകൾ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സനീഷെ, പൊളിറ്റിക്കൽ ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം BJPയുടെ നിലപാട് ദുർബലനായ സ്ഥാനാർത്ഥിയാകുമ്പോൾ BJP വോട്ട് അവർ ലക്ഷ്യം വെച്ച് പി ജയരാജനെതിരെ ചാർത്തും. അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. RMP ഘടകം, ഇങ്ങനെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഘടകങ്ങളൊക്കെയും K. മുരളീധരന് അനുകൂലമാണ്. പക്ഷേ സനീഷ് അവസാനം പറഞ്ഞ പി ജയരാജൻ ഫാക്ടർ, അതൊരു ഫാക്ടറാണ്. കാരണം പി ജയരാജനോട് വളരെ വികാരപരമായ ഒരടുപ്പം കണ്ണൂർ, ആ മലബാർ പ്രദേശത്തെ, പ്രത്യേകിച്ച് കണ്ണൂർ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്ക്, അതിലും പ്രത്യേകിച്ച് CPM പ്രവർത്തകർക്കുണ്ട്. അത് അവിടെ വളരെ പ്രകടമാണ്, വളരെ ശക്തമായി പ്രകടമാണ്. പി ജയരാജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഈ കൊലപാതക രാഷ്ട്രീയം അതിൻ്റെ മൂത്താശാനൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വളരെ നിർമ്മലമായ മനസ്സുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിനെ കാണുന്നത് തികച്ചും രാഷ്ട്രീയമായ ഐക്യജനാധിപത്യ മുന്നണി ഒരു വശത്ത്, K. മുരളീധരൻ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. കോഴിക്കോട്ടും വടകരയുമൊക്കെ സ്വന്തം തട്ടകമായിട്ടുള്ള ആളാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൻ്റെ പ്രതിനിധീകരിക്കുന്ന MLA ആണെങ്കിലും മുരളീധരൻ എപ്പോഴും കോഴിക്കോട്ടുകാരനാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെതിരെ പി ജയരാജൻ മത്സരിക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ ഉള്ള നേരിട്ട മത്സരത്തിൻ്റെ തീപ്പൊരി, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ രാഷ്ട്രീയ സൗന്ദര്യം, ഈ കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആത്യന്തികമായിട്ട് അത് ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള കേരളത്തിൻ്റെ ടിപ്പിക്കൽ മത്സരം തന്നെയാണ്. അത് തന്നെയായിരിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പ്രശാന്ത്, ഇവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, സോഷ്യലിസ്റ്റ് വോട്ടുകൾ തിരിച്ചു വന്ന ആ പാർട്ടിയുടെ വോട്ടുകൾ പൂർണ്ണമായി തന്നെയും പി ജയരാജന് അനുകൂലമായിട്ട് വിനിയോഗിക്കപ്പെടുമോ? ഒപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകൾ പി ജയരാജന് ലഭിക്കുകയില്ല എന്നൊരു ഫാക്ടർ ഉണ്ടോ? രണ്ട് കാര്യം. ആദ്യത്തെ സോഷ്യലിസ്റ്റ് വോട്ടുകൾ പൂർണ്ണമായും ജയരാജന് വരുമെന്ന് ഒരു കാരണവശാലും വിചാരിക്കാനുള്ള അവസ്ഥയല്ല ഇവിടെയുള്ളത്. അവിടെ നേതൃത്വത്തിന്റെ രീതിയിൽ എല്ലാ രീതിയിലുള്ള ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും വലിയൊരു ശതമാനവും LJD വോട്ടുകള് കോൺഗ്രസിന് മുരളീധരന് പോകാനാണ് സാധ്യത. അത് അതിന്റെ പ്രാദേശികമായ ഡൈനാമിക്സ് കൊണ്ടാണ്. രണ്ടാമത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യമാണ്. അവിടെ വടകരയിലെ ക്യാമ്പയിൻ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ക്യാമ്പയിന്റെ മുന്നിലുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ MLA ആയ പാറക്കൽ അബ്ദുള്ളയാണ് വാസ്തവത്തിൽ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ അറിയാം, കോൺഗ്രസുകാരെക്കാൾ ആവേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗുകാരാണ്. അപ്പൊ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെയും ദുർബലരായ സ്ഥാനാർത്ഥികളാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോഴേക്കും ലീഗ് ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാക്ടർ അവിടെ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനേക്കാൾ ആവേശത്തോടു കൂടി മുസ്ലിം ലീഗുകാര് രംഗത്തിറങ്ങുന്ന ഒരു രംഗം അവിടെയുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി, ആ വെൽഫെയർ പാർട്ടി UDF-ന് അനുകൂലമാണ്. FDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ട്. ആകെ വ്യത്യാസം ഉണ്ടാകുന്നത് കാന്തപുരത്തിന്റെ ആ വിഭാഗം പിന്നീടാണ്. അവര് LDF-ന് വോട്ട് ചെയ്തേക്കാം. എങ്കിലും ന്യൂനപക്ഷത്തിന്റെ വലിയൊരു വിഭാഗം തീർച്ചയായും മുരളീധരന്റെ കൂടെ നിൽക്കാനാണ് സാധ്യത. കാരണം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുരളീധരൻ മെലിഞ്ഞാണ് മുതൽ ക്യാമ്പയിനിങ്ങിൽ ഉന്നയിക്കുന്ന വലിയൊരു പ്രശ്നം BJPയുടെ ഏക സിവിൽ കോഡ് എന്നതാണ്. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ആദ്യമായി ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം മുരളീധരന്റെ പ്രസംഗത്തിലെ ഈ ഏക സിവിൽ കോഡാണ്. തീർച്ചയായും അങ്ങനെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ മുരളീധരൻ തനിക്കനുകൂലമായി അവിടെ പ്രതീക്ഷിക്കുന്നു. അതാണ് ഈ സോഷ്യലിസ്റ്റ് വോട്ടുകൾ പൂർണ്ണമായിട്ട്
പി ജയരാജന് വന്നേക്കാനിടയില്ല. ന്യൂനപക്ഷ വോട്ടുകൾ പക്ഷേ മുരളീധരന് അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുക. കോൺഗ്രസിനകത്ത് പക്ഷേ എന്നിട്ടും മുരളീധരന് ഒരു പരാതിയുണ്ട്. ശശി തരൂരിനൊപ്പം പരാതി കൊടുത്തയാളാണ് മുരളീധരൻ. എന്തുകൊണ്ടാണ്? തീർച്ചയായും മുരളീധരൻ അവിടെ പോയി ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു ആവേശം പിന്നീട് അങ്ങോട്ട് കണ്ടില്ല എന്നുള്ളതാണ് മുരളീധരൻ്റെ പരാതി. അതിന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം മറിച്ചൊരു പരാതി ഉന്നയിക്കുന്നുണ്ട്. മുരളീധരൻ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഒരല്പം പിടുത്തം കാണിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ അത്തരം ഒരു പരാതി ഉണ്ടായിരുന്നു പോലെയുണ്ട്. അങ്ങനെയുള്ള ചില ജെല്ലിങ് ആവാത്ത ചില സംഗതികൾ ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. പക്ഷേ അതൊരു പക്ഷേ ഇപ്പോഴത്തെ ശശി തരൂരിൻ്റെ പരാതി വന്നതോടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ ഈ സോഷ്യലിസ്റ്റ് വോട്ടുകളിൽ ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും അവസാനം വരെയും UDF-ൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഒരു നേതാവുണ്ട് അവിടെ, KP മോഹൻ. KP മോഹൻ ഇപ്പോഴും മുരളീധരനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു നേതാവാണ്. KP മോഹൻ്റെ ഒരു ഘടകത്തിൽ ഇപ്പോഴും UDF ക്യാമ്പും മുരളീധരൻ ക്യാമ്പ് വ്യക്തിപരമായും പത്മജിയോ എല്ലാം സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നത് ഒരു വിശ്വാസം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അങ്ങനെ ഒരു വിശ്വാസം നിലനിർത്തുന്നുണ്ട്. അവിടെ ഈ പറയുന്ന BJP-ക്കല്ല മറ്റ് രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കാര്യങ്ങളുണ്ട്.